മിൽക്ക് ബീറ്റ 2 കിലോയ്ക്ക് 360 രൂപ, 5 കിലോയ്ക്ക് 890 രൂപ, 20 കിലോയ്ക്ക് 2980 രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നല്ലത് മാത്രം നൽകുന്നവയ്ക്ക് ഏറ്റവും നല്ലത് നൽകൂ. മിൽക്ക് ബീറ്റ. ലഹരി മരുന്ന് ഉപയോഗത്തിനെതിരെ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കമിട്ട് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി. സംസ്ഥാനത്ത് ലഹരി മരുന്ന് ഉപയോഗത്തിനെതിരെ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കമിടാൻ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി മുന്നോട്ട് വന്നത് സന്തോഷകരമാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് പ്രോട്ടോകോൾ രൂപീകരിക്കും. അതാണ് ഓരോ ആശുപത്രിയോടും നമ്മൾ ആവശ്യപ്പെടുന്നത്. ഞാനിവിടെ ആദ്യമായി ഇവിടെ വെച്ച് പറയുകയാണ്, ലഹരി മരുന്നിൻ്റെ അമിതമായ ഉപയോഗം മൂലം ഉണ്ടാകുന്ന അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ട്രോമ കെയർ വിഭാഗത്തിൽ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് പ്രോട്ടോകോൾ രൂപീകരിക്കണം. 4. കുട്ടികളുടെ ലഹരി ഉപയോഗത്തിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു മെഡിക്കൽ ചെക്ക് ലിസ്റ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി മാതാപിതാക്കൾക്കായി ലഭ്യമാക്കുക എന്ന ഉത്തരവാദിത്തത്തോടുകൂടി ഏറ്റെടുക്കും. ഈ 4 കാര്യമാണ് ഞങ്ങൾ ഈ ആശുപത്രിയിൽ നിന്നും കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സി ജെ ജോസഫിനെ പോലെയുള്ള പ്രഗത്ഭമതികളായ ഡോക്ടർമാർ ഇതിന് ഞങ്ങളെ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്നാൽ മാത്രമേ കേരളത്തിലെ ജനങ്ങളെ ഇത് പിടിച്ചതുകൊണ്ട് മാത്രമായില്ലല്ലോ. പോലീസ് അവരുടെ ഡ്യൂട്ടി ചെയ്യും, ഇത് പിടിക്കും, അവരെ ജയിലിലാക്കും, അവരെ കോടതിയിൽ കൊണ്ടുപോകും, കോടതി നടപടി ഉണ്ടാകും, ഈ പിടിച്ച സാധനങ്ങൾ നശിപ്പിക്കും, ഇതൊക്കെ പോലീസ് ചെയ്യും. പക്ഷെ അടുത്ത സ്റ്റേജാണ് ഏറ്റവും പ്രധാനം, കെയർ, തുഫാൻ കെയർ. അതിന് ആശുപത്രിയിലുള്ള സഹായം വേണം. അത് തയ്യാറായി മുന്നോട്ട് വന്ന ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയെയും ബഹുമാനായ പാലക്കാപ്പള്ളി അച്ഛനെയും മറ്റ് ബന്ധപ്പെട്ട എല്ലാവരോടും ഞാൻ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന് വേണ്ടി, കേരള സർക്കാരിന് വേണ്ടി പ്രത്യേകം നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാകണം. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇന്ന് ഇതൊരു ദൗത്യമാണ്, ഇതൊരു മഹാദൗത്യമാണ്. കേരളത്തിലെ ചെറുപ്പക്കാരെ രക്ഷിക്കാനുള്ള ഒരു മഹാദൗത്യം. ആ ദൗത്യം നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കണമെന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ എല്ലാ ജീവനക്കാരെയും ഞാൻ തുഫാൻ വാരിയേഴ്സായി ഇവിടെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതായി അറിയിക്കുന്നു. എല്ലാവരുടെയും അച്ഛനെ ഞാനിപ്പോൾ ഈ തുഫാൻ വാരിയർ ബാഡ്ജ് ഞാനിപ്പോൾ അച്ഛന് ഞാൻ രോഗപ്രവേശനം കഴിഞ്ഞു. അപ്പം സംഘാടകർ പറയുന്നത് ആദ്യം ഇത് ലോഞ്ച് ചെയ്യണം, ലോഞ്ച് ചെയ്തിട്ട് മറ്റു തുഫാൻ കെയറിന്റെ ലോഞ്ചിനായി ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങുവാൻ LF ഹോസ്പിറ്റൽ ഡയറക്ടർ സ്വാഗതം ചെയ്യുന്നു. ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ തൂഫാൻ കെയർ, തൂഫാൻ വാരിയേഴ്സ് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി മരുന്നിന് അടിമകളായവരുടെ ചികിത്സയും പുനരധിവാസവുമാണ് തൂഫാൻ കെയറിന്റെ പ്രധാന ലക്ഷ്യം. ലഹരി മരുന്ന് ലോബിക്കെതിരെ കർശന നടപടി തുടരുമെന്നും ഓപ്പറേഷൻ തൂഫാനിലൂടെ 3000-ലേറെ പേർ അറസ്റ്റിലായതായും 40 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തതായും മന്ത്രി പറഞ്ഞു. ലഹരിക്ക് അടിമപ്പെടുന്നവരെ ചികിത്സയിലൂടെയും ബോധവൽക്കരണത്തിലൂടെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ആശുപത്രികൾ, ഡി അഡിക്ഷൻ സെന്ററുകൾ, സഭകൾ എന്നിവയുടെ സഹകരണം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. MDMA പോലെയുള്ള സിന്തറ്റിക് ലഹരിക്ക് അടിമകളായവർക്കായി പ്രത്യേക ഡി അഡിക്ഷൻ ഐസൊലേഷൻ വാർഡുകൾ, ഓൺലൈൻ കൗൺസിലിംഗ്, ട്രോമ കെയർ, ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം, മാതാപിതാക്കൾക്കായി മെഡിക്കൽ ചെക്ക് ലിസ്റ്റ് എന്നിവ നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. തൂഫാൻ വാരിയർ ബാഡ്ജ് ആശുപത്രി ഡയറക്ടർ ഫാദർ ജേക്കബ് ജോർജ് പാലിക്കപ്പള്ളിക്ക് മന്ത്രി സമ്മാനിച്ചു. ഫുട്ബോളാണ് ലഹരി സന്ദേശം ഉയർത്തിയ ഷൂട്ടൌട്ടും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി ഡയറക്ടർ അധ്യക്ഷത വഹിച്ചു. അൻവർ സാദത്ത് MLA, നഗരസഭാ അധ്യക്ഷ റീത്ത പോൾ, വാർഡ് കൗൺസിലർ ബിജി റെജി, ജോയിന്റ് ഡയറക്ടർ
ഫാദർ വർഗീസ് പോന്തേംപിള്ളി, ഡോക്ടർ CJ ജോസഫ്, പ്രൊഫസർ സെബാസ്റ്റ്യൻ J. പേങ്ങേപ്പറമ്പിൽ, DYSP ബാബുകുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അങ്കമാലി.